ഹായ്, കെൻസോൺ ഓൺലൈൻ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് equimolar solution of NaCl, glucose and urea is 2:1:1, 2:2:1, 1:2:1 and 1:1:2. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓരോ സൊല്യൂഷനിലും സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ആ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈക്വമോളാർ സൊല്യൂഷനാണ് NaClൻ്റെ, ഗ്ലൂക്കോസിൻ്റെയും യൂറിയയുടെയും ഉള്ളത്. അപ്പം ഓരോ കേസിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. NaCl 1 മോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ 2 മോൾ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതായത് NaCl സൊല്യൂഷനിലായിരിക്കുന്ന സമയത്ത് NaCl ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. Na+ അയോണുകളായിട്ടും Cl- അയോണുകളായിട്ടും ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 മോൾ NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷനിൽ 2 മോൾ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും ഡിസോസിയേഷൻ കാരണം. ഇനി 1 മോൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1 മോൾ സൊല്യൂഷൻ തന്നെ ആയിരിക്കും, പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ യൂറിയ ആണെങ്കിലും നമുക്ക് 1 മോൾ സൊല്യൂഷനിൽ 1 മോൾ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഗ്ലൂക്കോസും യൂറിയയും അസോസിയേഷനോ ഡിസോസിയേഷനോ ഇല്ലാത്ത മോളിക്യൂളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2:1:1 ആയിരിക്കും. കാരണം ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള സ്ഥലത്ത് അത് ഡിപ്രഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡിപ്രഷൻ കൂടുതലുണ്ടായിരിക്കുക NaCl സൊല്യൂഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ A ആണ്. The depression in freezing point is directly proportional to the number of particles in solution. Here, NaCl contain particles twice than that contained in glucose and urea. NaCl will ionize completely while others are not. So, option A is the answer. ഇനി നമുക്ക് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Colligative properties of solutions are properties that depends upon the concentration of solute molecules. ഒരു സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? സൊല്യൂട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. Colligative properties include relative lowering of vapor pressure, elevation in boiling point, freezing point depression and osmotic pressure. ഇതാണ് ആ 4 colligative properties. Elevation in boiling point, relative lowering of vapor pressure, freezing point depression and osmotic pressure. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രിയോൺ 112 ഈസ്, അപ്പം നമുക്ക് ഫ്രിയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. അപ്പോൾ ഫ്രിയോൺ 112 എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു നെയിമിംഗ് സിസ്റ്റമാണ്. അപ്പം ആ നെയിമിംഗ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫ്രിയോൺ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫ്രിയോൺ CBA. ഫ്രിയോൺ CBA എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ ഫ്രിയോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ C ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം -1. അതായത് നമ്മൾ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനേക്കാൾ ഒന്ന് കുറച്ചിട്ടുള്ള നമ്പർ ആയിരിക്കും C എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലുള്ള കാർബൺ ആറ്റം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്മോൾ ലെറ്റർ C+1, ഫ്രിയോൺ CBA എന്നുള്ളതിൽ സ്മോൾ ലെറ്റർ C+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലെ കാർബൺ ആറ്റം നമുക്ക് കിട്ടും.
ഇനി ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തെയാണ്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്ലസ് 1, നമ്മൾ കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിനേക്കാളും ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൊരു നമ്പറാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പൗണ്ടിലുള്ള ഈ ഒരു നെയിം സിസ്റ്റം വെച്ചിട്ട് നമ്മൾ മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കാണാൻ വേണ്ടി ചെയ്യേണ്ടത് B-1 എന്നാണ്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു B-1. ഇനി എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റം. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രിയോൺ 1, 1, 2. C, small letter c is equal to 1. So number of carbon atom is equal to C plus 1 is equal to 2. 1 plus 1 is equal to 2. ഇനി ഹൈഡ്രജൻ ആറ്റം നോക്കാം. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു B-1 ആണ്. ഇവിടെ ബി എന്ന് പറയുന്നതും 1 ആണ്. അതുകൊണ്ട് 1 - 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പർ 0 ആണ്. പിന്നെ എ എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ നമ്പറാണ്. അപ്പം നമ്മുടെ കോമ്പൗണ്ടിൽ ഫ്ലൂറിൻ ആറ്റം 2 ആണ്. അപ്പോൾ നമുക്ക് കാർബൺ ആറ്റം 2 ആണെന്ന് കിട്ടി, ഹൈഡ്രജൻ ആറ്റം 0 ആണെന്ന് കിട്ടി, നമ്പർ ഓഫ് ഫ്ലൂറിൻ 2 ആണെന്ന് കിട്ടി. അപ്പം ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാർബൺ ആറ്റം 2 ആണ്, ഹൈഡ്രജൻ ആറ്റം 0 ആണ്, ഫ്ലൂറിൻ ആറ്റം 2 ആണ്. അപ്പം എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫ്രിയോൺസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വാർട്സ് റിയാക്ഷൻ മെത്തേഡ്. സ്വാർട്സ് റിയാക്ഷൻ വഴിയാണ് ക്ലോറോഫ്ലോറോ കാർബൺസ് അല്ലെങ്കിൽ ഫ്രിയോൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് PSC ഒരു തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An organic compound with vapor density 28 on analysis gives 85.71% carbon and 14.29% hydrogen. Its molecular formula is C3H8, C3H6, C4H8 and C4H10. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നല്ലൊരു ഹിൻഡ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റി 28. വേപ്പർ ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് മോളാർ മാസിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് മോളാർ മാസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. അപ്പം 28 ആണ് നമുക്ക് ഇവിടുത്തെ വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ അതുകൊണ്ട് മോളാർ മാസ് 56 ആണ്. അപ്പോൾ 56 മോളാർ മാസ് വരുന്ന ഓപ്ഷൻസ് നമുക്കിതൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ. കാർബണിൻ്റെ നമ്പർ 4, ഹൈഡ്രജൻ നമ്പർ 8. അപ്പം 4 × 12 48, 48 + 8 ഈസ് ഈക്വൽ ടു 56. ബാക്കിയുള്ള കേസിലൊന്നും അതല്ല, മോളാർ മാസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ദ വേപ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ 2. Here vapor phase density is equal to 28. So molar mass is equal to 2 × 28 is equal to 56. So the answer is option C. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The mass of oxygen required for the complete combustion of 2.5 gram methane is 20 gram, 15 gram, 1.5 gram, 10 gram. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് മീഥേനിൻ്റെ കമ്പ്യൂഷൻ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് അറിയണം. അപ്പം ജസ്റ്റ് നമുക്കതൊന്ന് നോക്കാം. ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഈസ് CH4 + 2O2 gives CO2 and 2H2O. അപ്പോൾ നമുക്കിവിടെ മാസിലാണ് തന്നിട്ടുള്ളത്. മോളാർ റേഷ്യോയിലാണെങ്കിൽ മീഥേനും ഓക്സിജനും 1:2 എന്നുള്ള റേഷ്യോയിലാണ്. പക്ഷേ നമ്മൾ മാസിൻ്റെ രീതിയിലാണ് നമുക്കവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 2.5 ഗ്രാം മീഥേന് എത്ര ഗ്രാം ഓക്സിജൻ വേണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മാസിൻ്റെ രീതിയിൽ നമുക്ക് റേഷ്യോ നോക്കുമ്പം 16 ഗ്രാം മീഥേന് 64 ഗ്രാം ഓക്സിജൻ ആവശ്യമാണ്. അതായത് 1:4 റേഷ്യോയിൽ മീഥേൻ എത്രയാണോ അതിൻ്റെ 4 ഇരട്ടി മാസ് ഓക്സിജൻ വേണം അതിൻ്റെ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ. അപ്പം ഹിയർ മാസ് ഓഫ് മീഥേൻ ഈസ് 2.5 ഗ്രാം. സോ 4 × 2.5 ഗ്രാം ഓഫ് ഓക്സിജൻ ഈസ് റിക്വയർഡ്, ദാറ്റ് ഈസ് 10 ഗ്രാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ.
നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Isopropyl bromide when treated with metallic sodium in ether gives hexane, 2,2-dimethyl propane, 2-methyl pentane and 2,3-dimethyl butane. അപ്പോൾ ഈ റിയാക്ഷൻ ആദ്യം എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പം ആൽക്കൈൽ ഹാലൈഡാണ്. ആൽക്കൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയം ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നത് ആ റിയാക്ഷൻ്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് 2 മോളിക്യൂൾ റിയാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്യുന്ന ഒരു കപ്ലിംഗ് റിയാക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ CH3CH എന്നുള്ള ഒരു പാർട്ടാണ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ബ്യൂട്ടൈനാണ് പാരന്റ് ചെയിനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2,3-dimethyl ബ്യൂട്ടൈനാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത്. വുഡ്സ് റിയാക്ഷൻ ഈസ് എ കപ്ലിംഗ് റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. 2 alkyl halides are reacted with sodium metal in dry ether solution to form higher alkane. നമുക്കൊന്നുകൂടെ നോക്കാം ആ ക്വസ്റ്റ്യൻ. ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് when treated with metallic sodium in ether gives 2,3-dimethyl butane. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The pair which can be distinguished by ammoniacal cuprous chloride solution is options 1-butane and ethine, 1-butane and 2-butane, propane and ethine, option D N-butane and 2-butene. ഈ അമോണിയാക്കൽ കുപ്രസ് ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെർമിനൽ ആൽക്കൈൻസും അതിൻ്റെ ഐസോമേഴ്സ് ആയിട്ടുള്ള അതർ ആൽക്കൈൻസും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് അമോണിയാക്കൽ കുപ്രസ് ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെർമിനൽ ആൽക്കൈൻസ് ഈ റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും, അല്ലാത്ത ആൽക്കൈൻസ് ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഐസോമേഴ്സ് ആയിട്ടുള്ള ആൽക്കൈനുകൾ തമ്മിൽ, അതിൽ ടെർമിനൽ ആൽക്കൈനും നോൺ ടെർമിനൽ ആൽക്കൈനുകളും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഓപ്ഷൻ ബി ആണുള്ളത്. 1-butane 2-butane. അതായത് 1-butane എന്ന് പറയുന്നത് ടെർമിനൽ ആൽക്കൈലാണ്, 2-butane എന്ന് പറയുന്നത് ടെർമിനൽ ആൽക്കൈൻ അല്ല. എന്നാൽ ഇത് രണ്ടും പരസ്പരം ഐസോമേഴ്സാണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസൊക്കെ നോക്കുമ്പോൾ നമുക്കതിൽ ആൽക്കൈൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഐസോമേഴ്സ് ആയിട്ടുള്ള പെയർ ഓപ്ഷൻ ബി ആണ്. The answer is option B. The ammoniacal cuprous chloride is a reagent used to distinguish terminal alkyne and other alkyne. Terminal alkyne give orange red precipitate with ammoniacal cuprous chloride, while other alkynes will not give this reaction because they have no acidic hydrogen. നമുക്കറിയാം ടെർമിനൽ ആൽക്കൈൻസിന് അസിഡിറ്റി ഉണ്ട്, അതായത് ആ ഹൈഡ്രജൻ അസിഡിക് ആണ്. ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ബേസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2015 ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി PSC നടത്തിയ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. 8590456376. താങ്ക് യു.